ലോ ഓഫ് അട്രാക്ഷൻ ഫെയിൽ ആകുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന 5 വലിയ തെറ്റുകൾ. നമ്മളിൽ പലരും ദ സീക്രട്ട് വായിച്ചിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്, അഫർമേഷൻസ് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ ലൈഫ് മാറിയോ? ലോ ഓഫ് അട്രാക്ഷൻ ഫെയിൽ ആണെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഫെയിൽ ആകുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് ആണ്. ഇന്ന് തിയറി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ്. മിസ്റ്റേക്ക് 1: വാക്കുകൾ പറയുന്നത് മാത്രം മതി എന്ന് കരുതുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? അഫർമേഷൻസ്. ഞാൻ റിച്ച് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എല്ലാം ഈസിയാണ്. വാക്കുകൾ പറയുന്നത് ഈസിയാണ്, പക്ഷെ ബോഡി വിശ്വസിക്കാത്ത വാക്കുകൾ യൂണിവേഴ്സ് ഇഗ്നോർ ചെയ്യും. വൈ വേർഡ്സ് അലോൺ ഡോണ്ട് വർക്ക്? യുവർ ഫീലിംഗ്സ് ആർ ദ സിഗ്നൽ ടു ദ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല. വാക്കുകൾ പറഞ്ഞപ്പോൾ ബോഡി എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതാണ് യൂണിവേഴ്സ് റീഡ് ചെയ്യുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ്. കോൺഫിഡൻസ്. അഫർമേഷൻ വേഴ്സസ് ബോഡി ട്രൂത്ത്. ഒരു മനുഷ്യൻ മിററിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മീറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നു, വോയിസ് ഷെയ്ക്ക് ആവുന്നു. ബോഡി പറയുന്നത് ഞാൻ സേഫ് അല്ല. യൂണിവേഴ്സ് ബോഡിയെ ഫോളോ ചെയ്യും, മിററിനെ അല്ല. മണി. റിച്ച് അഫർമേഷൻ, പുവർ ഫീലിംഗ്. ഞാൻ റിച്ചാണ്, മണി ഈസിലി വരുന്നു. പക്ഷേ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ആൻസൈറ്റി, ബിൽസ് കാണുമ്പോൾ ഫിയർ. വൈ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക്? വേർഡ് റിച്ച്, ഫീലിംഗ് ലാക്ക്. യുവർ അട്രാക്ട് വാട്ട് യു ഫീൽ, നോട്ട് വാട്ട് യു സേ. എ സിയുടെ റിമോട്ടിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ കറണ്ട് ഇല്ലെങ്കിൽ റൂം കൂളാകുമോ? അഫർമേഷൻ കറണ്ട് അല്ല, ഫീലിംഗ് ആണ് കറണ്ട്. ദ കറക്റ്റ് വേ. വേർഡ്സ് പ്ലസ് ബോഡി അലൈൻമെൻറ്റ്. ഇത് വ്യൂവേഴ്സിന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാം. സ്റ്റെപ്പ് 1: ലോവർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ റിച്ചാണ്, ഞാൻ ഫിയർലെസ് ആണ്. തെറ്റാണ്. സ്റ്റാർട്ട് വിത്ത്, ഇപ്പോൾ ഞാൻ സേഫാണ്, ഇപ്പോൾ എനിക്ക് കൺട്രോൾ ഉണ്ട്. വൈ? ബോഡി ഫ്യൂച്ചർ ട്രസ്റ്റ് ചെയ്യില്ല, പ്രസൻറ്റ് സേഫ്റ്റി ട്രസ്റ്റ് ചെയ്യും. സ്റ്റെപ്പ് 2: സ്റ്റേറ്റ് ഫസ്റ്റ്, സ്റ്റോറി ലേറ്റർ. പ്രാക്ടീസ്. ഹാൻഡ് ഓൺ ചെസ്റ്റ്, സ്ലോ ബ്രീത്ത്, ഫീൽ ബോഡി കാം. ഇപ്പോൾ എനിക്ക് ടെൻഷൻ കുറവാണ്. ഓൺലി ദെൻ സേ ബിഗ്ഗർ അഫർമേഷൻ. Step 3: match with one small action. When you feel inspired, act. Examples: confidence, one small call. Money, track expense. Health, 10-minute walk. Action is equal to belief proof. Daily practice. 3-minute alignment ritual. 1 minute breathe. 1 minute safe statement. 1 minute one small action. Words start the direction. Body confirms it. അഫർമേഷൻ മാജിക് അല്ല, അലൈൻമെൻറ്റ് സ്കില്ലാണ്. ബോഡി കൂടെ ഇല്ലെങ്കിൽ യൂണിവേഴ്സ് കൂടെ വരില്ല. മിസ്റ്റേക്ക് 2: യൂണിവേഴ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് ഏതാണ്? ട്രൈ ചെയ്യാം, വർക്കാകുമോ എന്ന് നോക്കാം. യൂണിവേഴ്സിനെ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് അട്രാക്ഷൻ ഓൾറെഡി സ്റ്റോപ്പ് ആയിരിക്കും. വൈ ടെസ്റ്റ് മോഡ് ഡസൻ വർക്ക്? യു മസ്റ്റ് ഫീൽ ഗുഡ് നൗ. ടെസ്റ്റ് മോഡിലുള്ള ഒരാളുടെ ഫീലിംഗ് എന്താണ്? ഡൗട്ട്, ഫിയർ,
എക്സ്പെക്റ്റേഷൻ മിക്സ്ഡ് ആൻസൈറ്റി. യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് പ്രതീക്ഷയ്ക്കല്ല, ഉറപ്പുള്ള കാര്യത്തിനാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾസ്. മണി എക്സാമ്പിൾ. ഇത് വർക്ക് ചെയ്താൽ ഞാൻ വിശ്വസിക്കും. ഒരു മനുഷ്യൻ മണി അഫർമേഷൻ തുടങ്ങുന്നു. മണി ഫ്ലോസ് ഈസിലി ടു മീ. പക്ഷെ മൈൻഡിൽ ഇത് റിയലി വർക്കാവുമോ? ഒരു സൈൻ എങ്കിലും കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. ഹിഡൻ സിഗ്നൽ ടു യൂണിവേഴ്സ്. എനിക്കിപ്പോൾ മണിയില്ല, ഞാൻ ലേക്കാണ്. യു ഗെറ്റ് വാട്ട് യു ഫീൽ, നോട്ട് വാട്ട് യു സേ. പ്രാക്ടീസ്. ഡിസിഷൻ ഷിഫ്റ്റ്. ട്രൈ ചെയ്യാം, സൈൻ കിട്ടിയാൽ വിശ്വസിക്കും. ഇതെല്ലാം തെറ്റാണ്. സ്ലോലി സേ, മണി എൻ്റെ ലൈഫിൽ നോർമലായി എൻറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്: റിലാക്സ്ഡ് സ്റ്റേറ്റ്, ബെറ്റർ ഐഡിയാസ്, ഓപ്പർച്യൂണിറ്റീസ് വിസിബിൾ. ജോബ് എക്സാമ്പിൾ. റെസ്യൂം അയക്കുന്നു, എഫർമേഷൻ പറയുന്നു, എനിക്ക് നല്ല ജോബ് കിട്ടും. പക്ഷെ ഇന്നർ ഡയലോഗ്: കോൾ വന്നാൽ മാത്രം ഞാൻ ട്രസ്റ്റ് ചെയ്യും. ബ്ലോക്ക് റീസൺ: ഫ്യൂച്ചർ പ്രൂഫ് ഇല്ലാതെ മൈൻഡ് കമ്മിറ്റ് ചെയ്യുന്നില്ല. ദ യൂണിവേഴ്സ് റെസ്പോണ്ട് ടു വാട്ട് യു ബിലീവ്. പ്രാക്ടീസ്. ഐഡൻറ്റിറ്റി അലൈൻമെൻറ്റ്. ജോബ് കിട്ടിയ ആളെപ്പോലെ ഞാൻ ഇന്ന് ബിഹേവ് ചെയ്യുമോ? എക്സാമ്പിൾ: ടൈം ഡിസിപ്ലിൻ, സ്കിൽ അപ്ഡേറ്റ്, കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. ഇങ്ങനെ ചെയ്താലുള്ള റിസൾട്ട്: ഇൻ്റർവ്യൂ എനർജി ചേഞ്ച്, റിക്രൂട്ടർ റെസ്പോൺസ് ഷിഫ്റ്റ്. ടെസ്റ്റ് മോഡ് എന്നാൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയാണ്. ആസ്ക്, ബിലീവ്, റിസീവ്. നമ്മൾ ആസ്ക് ചെയ്യുന്നു, റിസീവിനെ വെയിറ്റ് ചെയ്യുന്നു, ബിലീവ് സ്കിപ്പ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ബിലീവ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. ഡെയിലി പ്രാക്ടീസ്. ഫ്രം ടെസ്റ്റ് മോഡ് ടു ട്രസ്റ്റ് മോഡ്. 2-minute decision practice. Hand on chest. Breathe slow. Say, ഇത് വർക്കാകുമോ എന്നല്ല, ഇത് എങ്ങനെ യാഥാർത്ഥ്യമാവുന്നു എന്നത്. അത് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഡു ദിസ് വെനെവർ ഡൗട്ട് ഹിറ്റ്സ്. യൂണിവേഴ്സിനെ ടെസ്റ്റ് ചെയ്യരുത്, ഡിസിഷൻ എടുക്കൂ. ഡിസിഷൻ എടുത്താൽ യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യില്ല. മിസ്റ്റേക്ക് 3. ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച പലരും ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് ഇമോഷൻ വന്നാൽ അവർ പറയുന്നത് ഇത് ഫീൽ ചെയ്യരുത്, പോസിറ്റീവായിരിക്കണം. ഇത് റോങ് ആണ്. ഇമോഷൻ സപ്രസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി അല്ല, അത് സ്വയം വഞ്ചിക്കലാണ്. വൈ സപ്രഷൻ ഫെയിൽസ്? യുവർ ഫീലിംഗ്സ് ആർ ദ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽ യു സെൻഡ് ടു ദ യൂണിവേഴ്സ്. ഫീലിംഗ് വന്ന നിമിഷം യൂണിവേഴ്സ് സിഗ്നൽ ഓൾറെഡി പോയി. സപ്രസ് ചെയ്താൽ ഫീലിംഗ് പോകില്ല, ബോഡി സ്റ്റോർ ചെയ്യും, സിഗ്നൽ സ്ട്രോങ് ആകും. റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഫെയിലുവർ എക്സാമ്പിൾ. സാഡ്നെസ് സപ്രസ് ചെയ്യുന്നത്. ജോബിനുള്ള ഇൻ്റർവ്യൂ ഫെയിലായി. മൈൻഡ് പറയുന്നത് സാഡ് ആവരുത്, സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ ബോഡി ചെസ്റ്റ് ഹെവിയായി ഫീൽ ചെയ്യുന്നു, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, മോട്ടിവേഷൻ ലോ ആവുന്നു. വാട്ട് റിയലി ഹാപ്പൻ? സാഡ്നെസ് സപ്രസ് ചെയ്തതുകൊണ്ട് പുതിയ പ്രതീക്ഷകളൊന്നും ജനിക്കുന്നില്ല, ഒരു മരവിപ്പ് മാത്രം. പ്രഷർ കുക്കറിൽ സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്താൽ എന്തു സംഭവിക്കും? സപ്രസ് ചെയ്ത ഇമോഷൻ ലേറ്റർ എക്സ്പ്ലോഡ് ചെയ്യും. ശരിയായ വഴി: ഫീൽ, അക്സെപ്റ്റ്, ഷിഫ്റ്റ്. വ്യൂവേഴ്സിന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സ്റ്റെപ്പ് 1. നെയിം ദ ഇമോഷൻ. അവോയ്ഡ് ജഡ്ജ്. അത് തെറ്റാണ്. സേ സോഫ്റ്റ്ലി, ഇപ്പോൾ എനിക്ക് ഫിയർ ഉണ്ട്, ഇപ്പോൾ എനിക്ക് സാഡ്നെസ് ഫീൽ ചെയ്യുന്നു. വൈ? നെയിംഡ് ഇമോഷൻ ലോസസ് കൺട്രോൾ. സ്റ്റെപ്പ് 2. അലൗ ഇറ്റ്. 90-second rule. Emotion peak duration 60 to 90 seconds.
പ്രാക്ടീസ്. ഐസ് ക്ലോസ്, ബ്രീത്ത് സ്ലോ, നോ സ്റ്റോറി. ഇത് പാസ് ചെയ്യും, ഞാൻ സേഫാണ്. സ്റ്റെപ്പ് 3. ആസ്ക് ദ ഇമോഷൻ. നീ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഫിയർ, പ്രിപ്പറേഷൻ നീഡഡ്. ആങ്കർ, ബൗണ്ടറി ക്രോസ്ഡ്. സാഡ്നസ്, ഹീലിംഗ് നീഡഡ്. ഇമോഷൻ എന്നാൽ അതൊരു മെസ്സഞ്ചറാണ്. സ്റ്റെപ്പ് 4. ഷിഫ്റ്റ് നാച്ചുറലി, നോട്ട് ഫോഴ്സ്ഫുള്ളി. ആസ് യു ഫീൽ ഗുഡ്, യു അട്രാക്ട് ഗുഡ്. ആഫ്റ്റർ ഇമോഷൻ സെറ്റിൽസ്, സേ ഇപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ റെഡിയാണ്. ഡെയിലി പ്രാക്ടീസ്. 3 സ്റ്റെപ്പ് ഇമോഷണൽ അലൈൻമെൻറ്റ് റിച്വൽ. 1. നോട്ടീസ് ഇമോഷൻ. 2. allow 90 seconds. 3. take one small aligned action. Examples: fear, make call. Sadness, rest or write. Anger, set boundary. ഇമോഷൻ എനിമിയല്ല, അത് ഗൈഡാണ്. ഇമോഷൻ അടിച്ചമർത്തുമ്പോൾ ലോ ബ്ലോക്ക് ചെയ്യും, ഇമോഷൻ സ്വീകരിക്കുമ്പോൾ ലോ ഫ്ലോ ചെയ്യും. മിസ്റ്റേക്ക് 4. ആക്ഷൻ ഇല്ലാതെ യൂണിവേഴ്സിനെ കാത്തിരിക്കുക. ദ സീക്രട്ട് പറയുന്നത് ചിന്തിച്ചാൽ മാത്രം കിട്ടും എന്നത് ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്നു. വെൻ യു ഫീൽ ഇൻസ്പയർഡ് യു മസ്റ്റ് ആക്ട്. ഇതാണ് റോണ്ട ബേൺ പറഞ്ഞു തന്ന സത്യം. ആക്ഷൻ എന്നാൽ മിസ്സിംഗ് ലിങ്കാണ്. ഹെൽത്ത്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ അഫർമേഷൻസ്. റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഞാൻ ഹെൽത്തിയാണ്, എൻ്റെ ബോഡി ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ടും മോർണിംഗിൽ ടീ, അതും ഷുഗർ ചേർത്ത്, ജങ്ക് ഫുഡ്, വാക്കിംഗ് പോസ്റ്റ്പോൺ ചെയ്യുന്നു, സ്ലീപ്പ് ഇറഗുലർ ആവുന്നു. വൈ ദിസ് ഫെയിൽസ്? ബോഡി പറയുന്നത് ഹെൽത്ത് പ്രയോറിറ്റി അല്ല. യൂണിവേഴ്സ് റീഡ് ചെയ്യുന്ന സിഗ്നൽ ലേസിനെസ്, അവോയ്ഡൻസ്, ഇൻകൺസിസ്റ്റൻസി. യൂണിവേഴ്സ് വേർഡ്സ് കേൾക്കുന്നില്ല, ഹാബിറ്റ്സ് ആണ് റീഡ് ചെയ്യുന്നത്. കറക്റ്റ് പ്രാക്ടിക്കൽ യൂസ്. ഇൻസ്പയർഡ് ആക്ഷൻ എക്സാമ്പിൾ. അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക, ഇന്ന് എൻ്റെ ഹെൽത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒറ്റ ആക്ഷൻ എന്താണ്? എക്സാമ്പിൾസ്: ഷുഗർ ഹാഫ് റെഡ്യൂസ്, 10-minute വാക്ക്, ഡിന്നർ ഏർലിയർ. വൈ ദിസ് വർക്ക്സ്? സ്മോൾ ആക്ഷൻ എന്നത് ബിലീഫ് പ്രൂഫാണ്. ജോബ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ. എനിക്ക് നല്ല ജോബ് കിട്ടും, എൻ്റെ കരിയർ ഗ്രോ ചെയ്യും. പക്ഷേ CV അപ്ഡേറ്റ് ഇല്ല, സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തില്ല, ജോബ് പോർട്ടൽ ചെക്ക് ചെയ്യില്ല. വൈ ദിസ് ഫെയിൽസ്? യൂണിവേഴ്സ് റീഡ് ചെയ്യുന്ന ഹിഡൻ മെസ്സേജ്: എനിക്ക് ചേഞ്ച് വേണം, പക്ഷേ റിസ്ക് വേണ്ട. സീക്രട്ട് പ്രിൻസിപ്പിൾ. ദ യൂണിവേഴ്സ് റെസ്പോൺസ് ടു വാട്ട് യു ബിലീവ് യു ഡിസേർവ്. CV അൺടച്ച്ഡ് എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് സിഗ്നലാണ്. കറക്റ്റ് പ്രാക്ടിക്കൽ യൂസ്. ഇൻസ്പയർഡ് ആക്ഷൻ പ്രാക്ടീസ്. എഫർമേഷൻ കഴിഞ്ഞാൽ ചോദിക്കുക, ജോബ് കിട്ടിയ ആളെപ്പോലെ ഞാൻ ഇന്ന് എന്തു ചെയ്യും? എക്സാമ്പിൾസ്: CV അപ്ഡേറ്റ് 30 minutes, 1 application, 1 skill വീഡിയോ. ഇതിൻ്റെ റിസൾട്ട് കോൺഫിഡൻസ് ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ് അലൈൻ ചെയ്യുന്നു. എഫർമേഷൻ പറയുന്നത് സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്നത് പോലെയാണ്. ആക്ഷൻ എടുത്താൽ ആക്സലറേറ്റർ പ്രസ് ചെയ്യും. യു ആർ ദ ഓൺലി വൺ ഹൂ ക്യാൻ ക്രിയേറ്റ് ദ ലൈഫ് യു ഡിസയർ. സിമ്പിൾ ഡെയിലി പ്രാക്ടീസ്. എഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, യൂണിവേഴ്സിന് സിഗ്നൽ പോകാൻ ഞാൻ ഇന്ന് ചെയ്യുന്ന ഒറ്റ ആക്ഷൻ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ആക്ഷനിൽ പെർഫെക്ഷൻ ആവശ്യമില്ല, ഹോണസ്റ്റി മതി. ഹോണസ്റ്റ് ആക്ഷനെ യൂണിവേഴ്സ് ഇഗ്നോർ ചെയ്യില്ല. മിസ്റ്റേക്ക് 5. ടൈമിൽ പ്രഷർ ഇടുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എപ്പോൾ റിസൾട്ട് വരും? എപ്പോൾ? എത്ര ദിവസം? എത്ര മാസം? ഡിസയർ പവർഫുൾ ആയിരിക്കുമ്പോൾ ഇംപേഷ്യൻസ് ഈക്വലി പവർഫുൾ ആവും. വൈ ടൈം പ്രഷർ ബ്ലോക്ക് മാനിഫെസ്റ്റേഷൻ? The universe does not operate on your time.
യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് നീഡ് എനർജിക്കല്ല, ട്രസ്റ്റ് എനർജിക്കാണ്. ടൈം പ്രഷർ നൽകുമ്പോൾ ലാക്ക് വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, ഡിസ്പ്രഷൻ സിഗ്നൽ ജനിപ്പിക്കുന്നു, ഇപ്പോൾ ഇല്ല എന്നതിൽ ഫോക്കസ് ചെയ്യുന്നു. യൂണിവേഴ്സ് കേൾക്കുന്നത് ഇല്ല ഇല്ല ഇല്ല. റിയൽ ലൈഫ് എക്സാമ്പിൾസ്. മണി എക്സാമ്പിൾ. ഈ മാസം തന്നെ പണം വരണം. ഒരു മനുഷ്യന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ലോൺ പ്രഷർ, ബിൽസ് ഡ്യൂ, അഫർമേഷൻ, മണി ഫ്ലോസ് ഈസിലി ടു മീ. പക്ഷെ ഇന്നർ വോയിസ്, ഈ മാസം വന്നില്ലെങ്കിൽ ഞാൻ ഫെയിലാകും. വൈ ബ്ലോക്ക്ഡ്? മണി അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൈൻഡ് ഫോക്കസ് ചെയ്യുന്ന കാര്യം മണി ഇല്ല എന്ന റിയാലിറ്റിയാണ്. യു ഗെറ്റ് വാട്ട് യു തിങ്ക് അബൌട്ട്, വെദർ യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്. പ്രാക്ടീസ്. ഡിസയർ മാറ്റണ്ട, ടൈം ലൈൻ ചൂസ് ചെയ്യൂ. ലൈൻ ടു റിപ്പീറ്റ്. മണി വരുന്നു എന്ന ഉറപ്പ് എനിക്കുണ്ട്, ടൈമിംഗ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എഫക്റ്റ് മൈൻഡ് റിലാക്സ് ആവുന്നു, റൈറ്റ് ഐഡിയാസ് വരുന്നു, ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. കുക്കർ വിസിൽ ടൈമിന് മുമ്പ് വന്നാൽ ഫുഡ് വേവില്ല. മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ചെയ്യാൻ പ്രഷർ ആഡ് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദ കറക്റ്റ് വേ. ഡിസയർ സ്ട്രോങ്, അറ്റാച്ച്മെന്റ് ലൂസ്. വെൻ യു ലെറ്റ് ഗോ ഓഫ് വാട്ട് യു വാണ്ട്, യു ഗെറ്റ് മോർ ഓഫ് വാട്ട് യു നീഡ്. ലെറ്റ് ഗോ എന്നത് ഡിസയർ വിട്ടുകളയുക എന്നതല്ല, ആൻസൈറ്റി വിട്ടുകളയുക എന്നതാണ്. ഡെയിലി പ്രാക്ടീസ്. 2-minute ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ്. ഹാൻഡ് ഓൺ ചെസ്റ്റ്. ബ്രീത്ത് സ്ലോ. സേ, എനിക്കിത് വേണം, പക്ഷെ പാനിക് വേണ്ട. ഞാൻ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ഡു ദിസ് വെനെവർ ഇംപാഷൻസ് ഹിറ്റ്. ടൈം പ്രഷർ മാറ്റിയാൽ മാനിഫെസ്റ്റേഷൻ സ്ലോ ആകില്ല, റെസിസ്റ്റൻസ് മാറും. അതാണ് സ്പീഡ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു, പക്ഷെ ഇതൊന്നും പുതിയ അറിവുകളല്ല. നിങ്ങൾ ഇതെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നിട്ടുണ്ടാകും, പക്ഷെ ജീവിതത്തിൽ ഉപയോഗിച്ചില്ല. അതാണ് വ്യത്യാസം. ലോ ഓഫ് അട്രാക്ഷൻ ഫെയിൽ ആകുന്നില്ല, നമ്മൾ അത് അറിഞ്ഞ് ജീവിക്കാത്തതാണ് ഫെയിൽ ആകുന്നത്. ഇമോഷൻ സപ്രസ് ചെയ്യാതെ സ്വീകരിക്കുമ്പോൾ ക്ലാരിറ്റി വരും. ക്ലാരിറ്റി വന്നാൽ ആക്ഷൻ വരും. ആക്ഷൻ വന്നാൽ റിസൾട്ട് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. യൂണിവേഴ്സിനെ ചേഞ്ച് ചെയ്യേണ്ട, നമ്മൾ അലൈൻമെന്റ് കറക്റ്റ് ചെയ്താൽ യൂണിവേഴ്സ് ഫോളോ ചെയ്യും. ദ സീക്രട്ട് ഫൈനൽ അലൈൻമെന്റ് കോഡ്. വെൻ യു ഫീൽ ഗുഡ്, യു ആർ ഇൻ അലൈൻമെന്റ് വിത്ത് ദ പവർ ദാറ്റ് ക്രിയേറ്റ്സ് വേൾഡ്സ്. ഫീൽ ഗുഡ് എന്നത് ഫേക്ക് സ്മൈൽ അല്ല, ഹോണസ്റ്റ് അക്സെപ്റ്റൻസ് ആണ്. പ്രാക്ടിക്കൽ ടേക്ക് അവേ. ഇന്നു മുതൽ പ്രോബ്ലം വന്നാൽ ഓടണ്ട, ഒളിക്കണ്ട. ഒബ്സർവ് ചെയ്യൂ, അക്സെപ്റ്റ് ചെയ്യൂ, ദെൻ ഷിഫ്റ്റ് ചെയ്യൂ. ഇതാണ് ഓർഡിനറി മനുഷ്യൻ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴി. ഈ വീഡിയോ നിങ്ങളിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തെങ്കിൽ കമന്റ് ചെയ്യൂ. നിങ്ങൾ ചേഞ്ച് തേടുന്ന ആളാണെങ്കിൽ മോട്ടിവേഷൻ വേണ്ട, പ്രാക്ടീസ് വേണം. അത്തരത്തിലുള്ള കോണ്ടന്റ് മാത്രമേ ഈ ചാനലിൽ ഉണ്ടാകൂ. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഈ കോണ്ടന്റ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ലഭിക്കുന്ന സിഗ്നലാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ നെക്സ്റ്റ് എപ്പിസോഡ് മിസ്സാവില്ല. ഇത് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. നന്മ പകർന്നു വളരണം. നന്ദി.